1,45,000 കോടി രൂപ ഇതുവരെ ചാരിറ്റി നൽകിയ ബിസിനസ് തൈക്കൂൺ. 2020 മാത്രം ഇതുവരെ ദിവസവും 22 കോടി രൂപ, അതായത് 7,904 കോടി രൂപ സംഭാവന നൽകിയ ഫിലാന്ത്രോപ്പിസ്റ്റ്. കോവിഡ് പ്രതിരോധത്തിന് 1,125 കോടി രൂപ നൽകിയ മനുഷ്യസ്നേഹി. തൻ്റെ സ്വത്തിൻ്റെ പകുതിയിൽ കൂടുതൽ ചാരിറ്റിക്ക് നൽകുമെന്ന ദ ഗിവിംഗ് പ്ലെഡ്ജിൽ സൈൻ ചെയ്ത ബിസിനസ് കോൺഗ്ലോമറേറ്റ്. അതാണ് വൺ ആൻഡ് ഓൺലി അസീം പ്രേംജി. തൻ്റെ സ്വത്തിൻ്റെ 34% അദ്ദേഹം ഇതുവരെ ഡൊണേറ്റ് ചെയ്തത്. തൻ്റെ കുടുംബത്തിൽ മാത്രം സ്വത്ത് കുമിഞ്ഞുകൂടാതെ സ്ഥാപനത്തിനും അതുവഴി സമൂഹത്തിനും പ്രയോജനം ചെയ്യുന്ന തരത്തിലാണ് വിപ്രോയുടെ ഷെയറുകളിലുള്ള അവകാശം പ്രേംജി നിക്ഷിപ്തമാക്കിയിരിക്കുന്നത്. തൻ്റെ മക്കൾക്ക് വെറും 14% ഷെയറുകൾ മാത്രമാണ് അദ്ദേഹം നീക്കിവച്ചിരിക്കുന്നത്. രാജ്യത്തെ പട്ടിണി പാവങ്ങൾക്കും റൂറൽ ഏരിയകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അസീം പ്രേംജി ഫൗണ്ടേഷൻ സഹായം എത്തിക്കുന്നത്. മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സിൻ്റെയും ഭാര്യ മെലിൻഡ ഗേറ്റ്സിൻ്റെയും നേതൃത്വത്തിൽ 2010 സ്ഥാപിതമായ ദ ഗിവിംഗ് പ്ലെഡ്ജ് എന്ന ചാരിറ്റി സംഘടനയിൽ ജോയിൻ ചെയ്ത അന്ന് തന്നെ 15,000 കോടി രൂപയാണ് അദ്ദേഹം ഡൊണേറ്റ് ചെയ്തത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ബില്യനേഴ്സ് തങ്ങളുടെ കാലശേഷം തങ്ങളുടെ സ്വത്തിൻ്റെ 50% ചാരിറ്റിക്കായി ഡൊണേറ്റ് ചെയ്യും എന്ന സമ്മതപത്രമാണ് ദ ഗിവിംഗ് പ്ലെഡ്ജ്. ലോകമെമ്പാടുമുള്ള 211 ബില്യനേഴ്സിൽ നിന്നുമായി ഏകദേശം 50 ലക്ഷം കോടി രൂപയുടെ സമ്മതപത്രമാണ് ദ ഗിവിംഗ് പ്ലെഡ്ജിൽ ഇതുവരെ ലഭിച്ചിരിക്കുന്നത്. ഇതിൽ മലയാളിയായ സണ്ണി വർക്കി എന്ന ഗൾഫ് മലയാളിയുടെ സംഭാവനയും ഉൾപ്പെടുന്നു. അസീം പ്രേംജിയിലൂടെ ലോകമെമ്പാടും വ്യാപിച്ച വിപ്രോയുടെ തുടക്കം 1945 മഹാരാഷ്ട്രയിലായിരുന്നു. വെസ്റ്റേൺ ഇന്ത്യ വെജിറ്റബിൾ പ്രൊഡക്ട്സ് എന്ന പേരിൽ സൺഫ്ലവർ ഓയിലും ബാർ സോപ്പും ഉണ്ടാക്കുന്ന കമ്പനി അസീം പ്രേംജിയുടെ പിതാവ് മുഹമ്മദ് പ്രേംജിയാണ് സ്ഥാപിച്ചത്. അക്കാലത്തെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരനായിരുന്ന മുഹമ്മദ് പ്രേംജിയെ ഇന്ത്യ വിഭജന കാലത്ത് മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാനിലേക്ക് കുടിയേറുവാനായി നിർബന്ധിക്കുകയും എന്നാൽ അദ്ദേഹം ആ ക്ഷണം നിരസിക്കുകയുമായിരുന്നു. 1966 പിതാവിൻ്റെ മരണശേഷം 21-ാം വയസ്സിൽ കാനഡയിലെ പഠനം ഉപേക്ഷിച്ച് അസീം പ്രേംജി കമ്പനിയുടെ നേതൃത്വം ഏറ്റെടുത്തു. അദ്ദേഹത്തിൻ്റെ കീഴിൽ സന്തൂർ, ചന്ദ്രിക തുടങ്ങിയ പല ബ്രാൻഡുകളും തുടങ്ങി. 1980 വളർന്നു വരുന്ന IT വ്യവസായത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി വിപ്രോ ഇൻഫോടെക് എന്ന പേരിൽ ഒരു സ്ഥാപനം തുടങ്ങി. അതായിരുന്നു വഴിത്തിരിവും. വെസ്റ്റേൺ ഇന്ത്യ വെജിറ്റബിൾ പ്രൊഡക്ട്സ് എന്ന പേരിൻ്റെ ചുരുക്കെഴുത്താണ് വിപ്രോ. വിപ്രോ ഇന്ന് 50-ലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനിയാണ്. കാനഡയിലെ ഏറ്റവും വലിയ വിമാനത്താവളമായ ടൊറൻഡോ പിയേഴ്സൺ എയർപോർട്ടിൻ്റെ IT സൊല്യൂഷൻ പ്രൊവൈഡർ വിപ്രോ ആണ്. അമേരിക്കയിലുടനീളം 40ഓളം കമ്പനികളാണ് വിപ്രോയ്ക്കുള്ളത്. ബ്രസീലിൽ മാത്രം വിവിധ കമ്പനികളിലായി 14,000ഓളം ജീവനക്കാരാണ് വിപ്രോയ്ക്കുള്ളത്. UK-യിലും യൂറോപ്പിലുമായി 30ഓളം കമ്പനികളും വിപ്രോയ്ക്കുണ്ട്. ലണ്ടൻ്റെ ഐക്കോണിക് ബ്രാൻഡായ യാഡ്ലി ലണ്ടൻ വിപ്രോയുടെ കൈകളിലാണ്. ഓസ്ട്രേലിയയിൽ വിപ്രോയുടെ 4 IT കമ്പനികളും മറ്റനേകം സബ്സിഡിയറി കമ്പനികളുമുണ്ട്. സിംഗപ്പൂർ, മലേഷ്യ, ചൈന എന്നിവിടങ്ങളിലെ പല മുൻനിര കോസ്മെറ്റിക് പ്രൊഡക്റ്റുകളും വിപ്രോയുടേതാണ്. ചൈനയിൽ മാത്രം 4,000ഓളം സ്റ്റാഫുകളാണ് കമ്പനിക്കുള്ളത്. ഏഷ്യയിലുടനീളം വമ്പൻ IT പാർക്കുകളും ഇസ്രായേലിൽ എയ്റോസ്പേസും ഇന്ത്യയിൽ 40ഓളം IT പാർക്കുകളും ISROയ്ക്ക് വേണ്ട ഏവിയേഷൻ പ്രോഡക്റ്റുകളും വിപ്രോയാണ് നിർമ്മിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഹൈഡ്രോളിക് സിസ്റ്റംസ് കമ്പനിയും വിപ്രോയുടേതാണ്. ഇന്ന് വിപ്രോയുടെ മൂല്യം 1,60,000 കോടി രൂപയാണ്. 1980 ലിസ്റ്റ് ചെയ്ത വിപ്രോയുടെ 100 രൂപയുടെ ഒരു ഷെയറിന് 2020 വരെ കമ്പനി കൊടുത്ത ബോണസുകളിൽ നിന്നും സ്റ്റോക്ക് സ്പ്ലിറ്റ് എമൗണ്ടുകളും അനുസരിച്ചുള്ള വില ഏകദേശം 5.5 കോടി രൂപയാണ്. 1999 മുതൽ 2005 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലെ ഏറ്റവും ധനികനായ വ്യക്തിയായിരുന്നു അസീം പ്രേംജി. ഇന്ന് അദ്ദേഹം ഇന്ത്യയിലെ ടോപ്പ് 5 റിച്ചസ്റ്റ് പേഴ്സണാണ്. ഇന്നിപ്പോൾ 75 വയസ്സുള്ള അസീം പ്രേംജി കമ്പനികളുടെ ചുമതലകളെല്ലാം മക്കളെ ഏൽപ്പിച്ച് തൻ്റെ ഫിലാന്ത്രോപ്പിക് ആക്ടിവിറ്റികളുമായി അസീം പ്രേംജി ഫൗണ്ടേഷൻ്റെ കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. ഇതുകൊണ്ടുള്ള ധന്യമായ ജീവിതമാണ് അദ്ദേഹം നയിക്കുന്നത്. എളിയ ജീവിതം നയിക്കുന്ന അദ്ദേഹം ഫ്ലൈറ്റിൽ എക്കണോമി ക്ലാസ്സിലും ഓട്ടോറിക്ഷകളിലും പബ്ലിക് ട്രാൻസ്പോർട്ടുകളിലുമാണ് കൂടുതൽ സഞ്ചരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാഹനം ഫോർഡ് ഫിയസ്റ്റ എന്ന 9 വർഷം പഴക്കമുള്ള കാറും തൻ്റെ എംപ്ലോയിയുടെ പക്കൽ നിന്ന് വാങ്ങിയ ബെൻസിൻ്റെ ഒരു പഴയ കാറുമാണ്. 2005 പത്മഭൂഷൺ കൊടുത്തും 2011 പത്മവിഭൂഷൺ കൊടുത്തുമാണ് രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചത്. അസീം പ്രേംജി എന്ന വലിയ മനുഷ്യൻ ഇന്ത്യക്കാരുടെ ഭാഗ്യമാണ്. ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി ബിസിനസ് ചെയ്യുന്ന അസീം പ്രേംജി ശരിക്കും ഈശ്വരനാണ്, കോടികളുടെ ഈശ്വരൻ. താങ്ക് യു ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.